Hey, hello guys, welcome back to my channel Kids Vlogs. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മധുരക്കല്ല് എന്ന് പറയുന്നത്. അതായത് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള മധുരക്കല്ല്. അപ്പം ഈ ഒരു മധുരക്കല്ല് എങ്ങനെയാണ് ഒരു തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെത്തുകാരൻ ചേട്ടനൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊരു 10:30 ആകുമ്പോഴത്തേക്കും അതിൻ്റെ സ്പോട്ടിലോട്ട് വരാനാണ് വന്നേക്കുന്നത്. അപ്പോൾ 10:30 ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അദ്ദേഹം മുകളിൽ കയറിയിട്ട് ഈ കള്ള് എങ്ങനെയാണ് ചെത്തിയെടുക്കുന്നത് നമുക്ക് ലൈവായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നാൾ നമ്മളിട്ട വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് നമുക്ക് പോയി കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ആ ഒരു കള്ള് ചെത്തിയെടുക്കുന്ന ആ ഒരു സ്പോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഈ ചേട്ടാണ് നമുക്ക് വേണ്ടി ചെത്താനായിട്ട് കയറുന്നതെന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ ആ പുള്ളിക്ക് വേണ്ടിയിട്ട് എൻ്റെ സഹായം ഇപ്പം ഇച്ചിരി സഹായം നേരത്തെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോണത്. എന്നാൽ തന്നെയും എൻ്റെ ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഇതിപ്പോൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഗോപ്രോൻ്റെ ഹെഡിൽ സ്ട്രാപ്പ് മൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. അത് നമ്മൾക്ക് ഈ ഗോപ്രോ സെറ്റ് ചെയ്തിട്ട് ചേട്ടനെ കയറ്റി വിടുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഗോപ്രോ ചേട്ടൻ്റെ തലയിൽ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചേട്ടൻ കയറുവാണ്. അപ്പോൾ കയറിക്കോ. ഇതിലോട്ടൊന്ന് കയറിയാക്കാം. ഒക്കെ ആകുമ്പോൾ പൊക്കം കുറവുള്ളതുകൊണ്ട് സമാധാനമുണ്ട്. തീരെ പൊക്കമില്ലാത്തതുകൊണ്ട് സമാധാനമുള്ള കേസ് കിട്ടാം. ഒന്നും രണ്ടും വെച്ചേട്ടൊക്കെ ഇല്ലേ ഉള്ളു. ഇതൊന്ന് കയറുക അയ്യ. ഇതാണ് ഞാൻ പറയുന്ന ചെത്തുന്ന തെങ്ങ്. ഇത് ഇങ്ങനെ കള്ള് കിടക്കുന്ന കേട്ടോ. ഇപ്പം രാവിലെ എത്തിച്ച് പോയതാണ്. കള്ള് ആയി വരുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കള്ള് വീണ് വരും. ഇപ്പം തന്നെ ഞങ്ങൾ ഈ കൊല പൊട്ടിപ്പോയതിനാണ് ഞാൻ ഈ ഇതെല്ലാം ഓല വലിക്കുകയും കയറ് വലിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇങ്ങനെ തൂത്ത് കളയണം, എന്നെങ്കിൽ കള്ള് ചെത്താൻ കത്തി പിടിക്കത്തുള്ളൂ. ഉണ്ടല്ലോ, ഇതാണ് ചെത്തുക. ഇത്ര മേലൊക്കെ ആക്കണമെങ്കിൽ ദിവസങ്ങൾ 10-15 മേളി 1 മാസത്തിന് മേളിലെടുക്കും. ഇത്രയും ചെത്തിയൊക്കെ എടുക്കുമ്പം കള്ളാക്കി വരണമെങ്കിൽ. ഇതിപ്പം കള്ള് പോകാതിരിക്കാൻ താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊള്ളി പോലും പോകരുത്. മണ്ണെഴുതുക എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത്. തൊള്ളി പോലും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റത്തിൽ തന്നെ വീഴണം. അതിനാണ് ചെത്തുമണ്ണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇത് കുടുക്കകത്ത് കിടക്കുന്ന ചെത്തുമണ്ണാണ്. ഈ കള്ളിൻ്റെ കൂടെ ഇനി വൈകിട്ട് എന്നൊന്നും ഊറ്റത്തുള്ളൂ. വെച്ചേക്കുക. എന്നിട്ട് ഇത് പരുവായി വരുന്ന കൊലയാണ്. ഇതേതാനും ദിവസങ്ങൾക്കകം ഞാനിത് ഇവനെ പിടിച്ച് പരുവത്തിന് കൊണ്ടുവരും. ഇവനാണ് നമ്മുടെ അടുത്ത പിടിക്കേണ്ട കൊല. ഈ ഒരു 3-ാം കൊല ചാടി കഴിയുമ്പോൾ ഞങ്ങൾ 3-ാമത്തെ കൊല വരുന്നതിന് മുന്നേ ഞങ്ങളിത് പിടിക്കുന്ന. അതാണ് ഞങ്ങളുടെ തെങ്ങിൻ്റെ കണക്ക്. അടുത്തത് ഒരു കൊല നിന്ന് പോയിട്ടുണ്ട്. ആ കൊല അഴിച്ചു വിടണം. അതിൻ്റെ പണി നടക്കണം. അത് പിന്നായിട്ടൊന്ന് കണ്ട വെച്ചിരിക്കുകയാണ്. അടുത്ത കൊലയിലോട്ട് ഇത് കുപ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിവിടെ കുപ്പി ഇട്ടിട്ട് ഇത് രാവിലെ ഞാൻ ചെത്തേച്ച് പോയിരിക്കുകയാണ്. അതിനകത്ത് കുപ്പിക്കകത്ത് ശകലം കള്ളേ ഉള്ളൂ. ഈ കള്ള് അത് സന്ധ്യയാകുമ്പം ഒരുമാതിരി കള്ളാകും. ഇപ്പം ഞങ്ങൾക്ക് ന്യായമായ രീതിയിൽ കള്ള് വീണ് വരുന്നേ ഉള്ളൂ. ഇത് ഒരാഴ്ചയുടെ കഴിയാതൊന്നും ഇതേ കള്ളാകത്തില്ല. ഉള്ള കള്ള് ഇതാണ് ഞങ്ങളുടെ രീതി. ഇതും കുടിച്ചിട്ടാണ് ഞങ്ങളുടെ
മുന്നിൽ കൂടെ തല കുത്തി നടക്കുന്നത് എല്ലോ കാര്യമുള്ള കാര്യമാണ്. ഞങ്ങളുടെ അരിമാർഗമാണിത് ഈ ജോലി. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് 33 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് കണ്ടീഷനായി. അതൊക്കെ തുളി വന്നുകൊണ്ടിരിക്കുന്നു. തുളി കണ്ടോ, തുളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കള്ളായി വരുന്നേ ഉള്ളൂ. ഇത് വീഴാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തെങ്ങിലൊക്കെ കയറുക എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുള്ള പണി തന്നെ, എന്നാലും ചെയ്യാതിരിക്കാനൊക്കെയില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. 4 ചുറ്റിനും വീടുകളും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ തന്നെ നമ്മുടെ ചേട്ടൻ ചെത്തി എല്ലാം റെഡിയാക്കി അല്ലേ? ഇപ്പം എല്ലാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുവാണ്. അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വൈകിട്ട് വന്ന് കള്ളെടുക്കണം അല്ലേ? വൈകിട്ട് വന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ ഒരു 10:30 സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കിനും വൈകിട്ട് വന്ന് ആ കള്ള് എടുക്കണം ഒരു 4:30 സമയമാകുമ്പോഴത്തേക്കിനും അല്ലേ? അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാണുന്നത്. അപ്പോൾ നമുക്ക് കൂടെ കയറാൻ പറ്റത്തില്ല, കൂടെ അതുകൊണ്ടാണ് നമ്മൾ GoPro സെറ്റ് ചെയ്ത് വിട്ടത്. അപ്പം നമുക്കിനി വൈകിട്ട് കാണാം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 4 മണി സമയമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് വന്ന് അത് ചെത്തി വെച്ചിരുന്ന കല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കാണുമല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, കയറി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ കയറിയേക്കാം അല്ലേ? എളുപ്പം കയറിച്ചില്ല. നമ്മൾ കള്ളെടുക്കുകയാണ്. കള്ളെടുത്തപ്പോൾ തന്നെ കുറേ താഴെ പോയി. ഇതാണ് കള്ളെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇത് നമ്മൾ ഇതെന്ന് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞ ശേഷം എടുത്താണ്. അത് പയ്യെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുക. കാണാമല്ലോ, ഇതാണ് ചെത്തി അവൻ്റെ ക്ലിയർ ആക്കിയിട്ട് ഇത് പൊള്ളി പോലും വിടവില്ലാതെ അടച്ചെങ്കിൽ മാത്രമേ നേരം വിളക്കുമ്പോൾ വല്ലതും കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്നും കാണത്തില്ല, മൊത്തം കാലിയായിട്ട് കിടക്കും. ഈച്ച ശല്യമുണ്ട്. ഈച്ചയാണെങ്കിൽ പറയണ്ട. ഇത് കറക്റ്റ് ചെയ്ത് വേണം ഇനിയിപ്പോൾ മാട്ട വിടാനെങ്കിൽ. ഇത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോയാൽ ഈ ഇതെന്ന് കല്ലിന് വേവ് കിട്ടത്തില്ല, വീഴ്ച കുറയും. അന്നേരം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറക്റ്റ് പോയിന്റിൽ തന്നെ വേണം മാട്ട ഇടാനും. ശരി, അപ്പോൾ ഗൈസ് ചേട്ടൻ കള്ളൊക്കെ ചെത്തി ഇറങ്ങി വന്നിട്ടുണ്ട്. കള്ളുണ്ടോ? എങ്ങനെ? കള്ളുണ്ട്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മധുരക്കള്ള്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മധുരക്കള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പം അച്ഛൻ അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എണ്ണ ഒഴിക്കുന്ന വീതം കാണിച്ചു അതിൽ ചാണ്
നീര് വീണിട്ടുണ്ടേ, ശകലം നീര് വീണിട്ടുണ്ട്. കുടിച്ച് നീറൊന്നും പ്രശ്നമില്ല, നീരൊക്കെ നമുക്ക് ഇങ്ങനെ തോണ്ടി തോണ്ടി കളയാന്നുള്ളതാണ്. നിങ്ങൾ കുറേ തോണ്ടിയതാണല്ലോ ഇങ്ങനെ, അതാണല്ലോ തോട്ടൽ വിദഗ്ധന്മാരാണ് ഞങ്ങൾ. അപ്പം നമ്മുടെ ഈ തെങ്ങേന്ന് എടുത്തിരിക്കുന്ന ഒറിജിനൽ കള്ള് തന്നെയാണ് ഈ സാധനം. പിന്നെ ഒരു നീറൊക്കെ ഉണ്ട്, അവനെയൊക്കെ തോണ്ടി കളഞ്ഞാൽ ഈ കള്ളിനകത്ത് എന്ത് വീണാലും യാതൊരു പ്രശ്നമില്ല അല്ലേ, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഒറിജിനൽ സാധനമാണ്, ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം അടിച്ചാൽ. അടിപൊളിയാണ്. ഇതാണ് ഒറിജിനൽ, അടിപൊളി, നല്ല ടേസ്റ്റാണ് ഈ സാധനം കുടിക്കാൻ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ സർവ്വ രോഗങ്ങളും ഒക്കെ പോകല്ലേ, വയറ്റിലെ കൃമി സാധനങ്ങളൊക്കെ പോകുന്നത്. ഒരുമാതിരി രോഗം പിന്നെ ഇതിനകത്ത് ഈ മാട്ടത്തിനകത്ത് ഈ അത് ഇതൊക്കെ വീഴും, കുഴപ്പമൊന്നുമില്ല. നല്ല മീശയൊക്കെ കട്ടിയുണ്ടെങ്കിൽ അതൊക്കെ ആ മീശ തടഞ്ഞ് അരിച്ചു കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഒറിജിനൽ കള്ള്. അത് എന്നും 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 ഒരു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മധുരക്കള്ള് എല്ലാവരും ഡെയിലി ചെത്തി എടുക്കുന്ന കള്ള്, തെങ്ങിൽ ഡെയിലി ചെത്തി എടുക്കുന്നത്. കള്ള് എല്ലാം കുടിച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കിയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി കള്ളായിരുന്നു. നമ്മൾ കള്ള് ഷാപ്പിലൊക്കെ ചെന്ന് കള്ളൊക്കെ കുടിക്കുമ്പോൾ ഇവരെയൊക്കെ ഓർക്കണമുണ്ട്, ഇവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഇതിനെ മേടിക്കേറി ഈ സാധനം കൊണ്ടുവന്ന് ഷാപ്പിൽ കൊണ്ടിരുന്നത്. നമ്മൾ സുഖമായിട്ട് ടച്ചിക്കൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് അടിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കും. ഇവിടെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. അത് തീരെ കൊച്ചു തെങ്ങ് 10-40 വെച്ചിട്ടുള്ള മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത vibing with the thing, chilling with the jungle.